Hello guys, I am here the Hey Gamer. നമ്മളിന്ന് വെറുതെ അങ്ങനെ വന്നപ്പോൾ ഒരു മൈലീഗൊക്കെ കളിച്ച് ആർത്തുല്ലസൊക്കെ ഒന്ന് വിചാരിച്ച് വന്നതാണ്. ഇനി മൈലീഗ് എന്താണെന്ന് കണ്ടറിയാം. നെയ്മർ കൊണ്ടുപോകാൻ നെയ്മർ ഒറ്റക്ക് ലെഫ്റ്റ് ഭരിക്കാൻ അറിയാലോ. ഞാൻ ഇന്ന് റൗളിൻ്റെ സ്പിൻ ചെയ്തു. ഞാൻ ഇന്ന് ലോഗിൽ വന്നപ്പോൾ റൗളിൻ്റെ സ്പിൻ ഇട്ടിരുന്നു. അപ്പോൾ തന്നെ ഒരു കാര്യം കളിച്ചു മൈലീഗിൽ. ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല, ഒരു വിജയം എടുത്തു. ഞാൻ മൈലീഗ് ഡ്രോണിൻ്റെ സ്പിന്നറൊന്നും കിട്ടിയില്ല, കിട്ടൂലല്ലോ. പിന്നെ പണ്ടേ അങ്ങനെ ആയതുകൊണ്ട് വിഷമങ്ങളൊന്നുമില്ല. കാരണം എൻ്റെയൊക്കെ റൗളുണ്ട്, പേടില്ല, മനസ്സിലായില്ലേ? പേടി. അപ്പം നമ്മൾ മൈലീഗ് കയറിയിട്ടുണ്ട്. ഈ മാച്ച് കേട്ടോ, എനിക്ക് ഈ മാച്ചാണ്. പിന്നെ ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ കൈക്കുന്ന പോകും, അതന്നെ നടക്കുള്ളൂ. കൈക്കുന്ന പോകാൻ നല്ല സാധ്യതയുള്ള ഇതാട്ടോ കളിയാണ്. ഞാൻ എൽ ഹാജിനെയാണ് നോക്കുന്നത്. എൽ ഹാജി ദ്യോഫ്. എൽ ഹഡ്ജി ദ്യോഫ്. അതാ ഗൈസ്, ഇതാണ് സാധനം. അതാ നമ്മുടെ സെൻട്രൽ ഫോർവേഡ്ക്ക് ആളിറക്കാൻ പോകും. ഹസാർഡ് പോട്ടെ, അവിടെ ഇറങ്ങട്ടെ, പ്ലെയർ റോള് മാറ്റിട്ട് കളിക്കട്ടെ. സൂപ്പർ സ്റ്റാറിലിട്ട് കളിക്കുന്നത്. നമ്മളെല്ലാ പ്രാവശ്യവും ലെജൻഡിലൊക്കെ ഇട്ട് ജയിക്കലല്ലേ. പ്രാവശ്യം നമുക്ക് സൂപ്പർ സ്റ്റാർ പിടിക്കാം. സൂപ്പർ സ്റ്റാർ അല്ലേ നല്ലത്. ഇനിയിപ്പോൾ ഇത് നോക്കണം ഫുൾ ഫോം എല്ലാവരും. നെയ്മർ അത്യാവശ്യത്തിന് കൊണ്ട് അത് മതി. പ്രാവശ്യം നെയ്മറിൻ്റെ കളിയാണ് ബ്ലിറ്റ്സാവും കഴിച്ച് ഇങ്ങനെ പോകും, ഇങ്ങനെ വളഞ്ഞു പോവും. വളഞ്ഞതാ വളഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ എന്നൊക്കെ കേട്ടോ. എന്നിട്ട് വീഡിയോ ഈ കളി കണ്ടാൽ മതിട്ടോ. അതാണ് മെയിനായിട്ട് വേണ്ടത്. വരവൊക്കെ ആൾക്കാർ കണ്ട ഒലിവർക്കാൻ കൈ കൂട്ടണു. ഈ മാച്ചല്ലേ പൊളിക്കണ്ടേ ഒക്കെയാണ് ചോദിക്കണേ. പൊളിച്ചിരിക്കും മച്ചാ, പൊളിച്ചിരിക്കും. നമ്മൾ ജയിക്കും. നെയ്മറിൻ്റെ ബിക്സ് വക. നെയ്മർ ഫോർലാണ് പോണ്ടിരിച്ചു. ബാഴ്സയുടെ ഫാൻസാണ്. എന്ത് ചെയ്യാൻ, നമ്മുടെ സ്ഥലം. ഇവിടെ വന്ന് അല്ല, ഇത് ഓരോ സ്ഥലത്താര അല്ല, നമ്മുടെ സ്ഥലം. ഇവിടെ വന്ന് ഷോർക്ക് നിന്നാൽ തല ഞാൻ വിട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ നെയ്മർ പറയണേ. നെയ്മറിൻ്റെ ബ്ലിറ്റ്സ് നെയ്മറിൻ്റെ വക ഉണ്ടാവുന്നതാണ്. ഫോർലാൻ നെയ്മർ ഞാൻ കഴിഞ്ഞ മൈലീഗ് കളിച്ചപ്പോൾ ഇതും കിട്ടിയില്ല. നമുക്ക് സ്കില്ലിങ് പോരേനു. ഞാൻ അവനെ കൊണ്ട് ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ കൂസോ കർസറില്ല, ഇത് ഞാൻ ഇപ്പം അങ്ങനെ തൊട്ടുകൊണ്ടിരിക്കണം. അത് വെച്ചിട്ട് അങ്ങനെ മെല്ലെ സ്കില്ലില്ലാതെ അങ്ങനെ പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ നടക്കണില്ല. നമുക്ക് സ്കില്ലേ നടക്കുള്ളൂ. സ്കില്ല് ചെയ്താണെങ്കിൽ നെയ്മറിന് അഗ്രഷനും ഇല്ല, ആക്യുറസി ഇല്ല, സ്പീഡ് കണ്ട കുറവാണ് ആദ്യം. അതും അല്ലാത്തതായി പോയി. ബോൾ അങ്ങോട്ട് അടിച്ചിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. അതാണ് പ്രശ്നം. നമുക്ക് അഗ്രഷൻ ഇല്ല, ആക്യുറസി ഇല്ല. അപ്പം ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ ബ്ലിറ്റ്സ് ഉണ്ട്, ഡ്രിബ്ലിംഗ് ഉണ്ട്, ബാക്കിയുള്ളതുണ്ട്. നെയ്മർ അല്ല എൻ്റെ അവിടെ വെച്ചാണ്ട് നെയ്മർ ഇപ്പോഴാണ് ആ സാധനം വന്ന് കുറിച്ചോടെ വെച്ചിട്ടുള്ളത്. ഇതാ ഒരു സ്കില്ല്, ആ സ്കില്ല് നടന്നില്ല. ആ സ്കില്ലും കൂടി നടന്നതിനുണ്ടെങ്കിൽ വേണമെങ്കിൽ നെയ്മറിനെ കൊണ്ടൊരു ബ്ലിറ്റ്സ് ട്രൈ ചെയ്യാമായിരുന്നു. വിക്ടർ സിംഗാങ്കുനോ ലാമർ ബോൾ ഔട്ടായി ഗൈസ്. ഇനി കണ്ടോ ഒലിവർക്കാൻ്റെ വക. ഒലിവർക്കാൻ്റെ ഉടുക്ക് കൊടുക്കും, കണ്ടറിയാം. നെയ്മറിന് തന്നെ നെയ്മറെ ഹെഡിക്കുക. കാൻറ്റോണ ടു നെയ്മർ. ഈ നെയ്മറിൻ്റെ പ്രശ്നം എന്താ പറയുക, ബ്ലിറ്റ്സ് അടിക്കാൻ നേരത്താവും എല്ലാവരും കൂടി ഇടയിൽ കീരി ബോൾ എടുക്കാൻ വരിക. ബ്ലിറ്റ്സ് ഇപ്പം വരും ഇറക്കുമ്പോൾ എല്ലാവരും കൂടി ഇടയിൽ കീരി ബോൾ കാണാണ്ടാവില്ല. അതാണ് നെയ്മറിൻ്റെ മെയിൻ പ്രശ്നം. നെയ്മറിന് ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ അഗ്രഷൻ, ആക്യുറസി അതൊന്നുമില്ല. ബ്രയാങ്കിൾ ബെല്ലേട്ടി
കാർഡ്. അവിടെ നെയ്മറിനെ ആരും മാർക്ക് ചെയ്യണില്ല. ഇവർ കറക്റ്റ് സ്റ്റോപ്പ് ചെയ്ത് ഒരാൾ വരാൻ കാത്തിക്കുന്നു. എന്തിന്? അവനെ സ്കില്ലെടുത്ത് വീഴ്ത്താൻ. അടുത്ത ആൾ വരുന്നു. അവൻ നെയ്മറിനെ ഫോളോ വെക്കുന്നു. പിന്നെ നെയ്മറിനെ കണ്ടാൽ പിന്നെ എല്ലാവരും ഫോളോ വെക്കലാണല്ലോ. മെസ്സിനെ ഫോളോ വെച്ചാൽ മെസ്സി വീഴില്ല. അതാണല്ലോ നമ്മളെ കഴിവ്. ചെക്കൻ്റെ കഴിവ് അതാണ്. ഫോർലാൻ, കാൻഡോണ, നെയ്മർ. ഇറ്റ്സ് നെയ്മർ, 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 നെയ്മർ. ഗോൾ! ഞാൻ കയറി വിചാരിച്ചേ ഗോൾ എന്ന് പറയാൻ ഞാൻ ഗല 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 ഗോൾ പറയുമ്പോൾ ഗോൾ കിട്ടുക. സ്കില്ല് നോക്കുമ്പോൾ അവിടുന്ന് അങ്ങനെ എടുത്തു. ഒറ്റടി ഏറെ കിട്ടിയെങ്കിലൊക്കെ ചാമി ചാമി ലക്ക 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 അതാവും. ബ്ലൈൻഡ്, വിക്ടർ റൈസ്, ഫ്രാൻ ബ്ലാറ്റ്, ബ്ലൈൻഡ്. എനിക്ക് വേറെ പേരും കിട്ടില്ല. എന്തൊക്കെ പേര്. ബ്രാങ്കിൽ അത് പിന്നെയും കിട്ടുന്നുണ്ട്. ഇതും കിട്ടുന്നുണ്ട്. അർണവ് മാർട്ടിനസ്, ബോയാൻ ക്രിക്കറ്റ്. അതൊക്കെ നമ്മളെ പ്ലേയേഴ്സിൻ്റെ പേര് കേട്ടോ. അതൊക്കെ കിട്ടാക്കില്ലല്ലോ. ഫോർലാനെ. ഹ്യൂഗോ റിങ്കോൺ, ഹ്യൂഗോ റിങ്കോൺ അതാണ് പേര്. ഹ്യൂഗോ റിങ്കോൺ. വാട്ട് എ നെയിം. their name is what name. എന്തൊക്കെ ഇംഗ്ലീഷിൽ ഞാൻ കാണിച്ചു. നിൽക്കാനൊന്നും മനസ്സിലാവണം ചേട്ടാ. നെയ്മർ, 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 നെയ്മർ. ഇവർ എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടുണ്ട്. ഇടയിൽ കൂടെ കയറാനുള്ള ടെക്നിക്കാണ് മനസ്സിലായി. പക്ഷെ ബ്ലിറ്റ്സ് അടിച്ചില്ല അവിടെ നിന്നൊന്നും. ഹാഫ് ടൈം ആയില്ലേ? ഹാഫ് ടൈം വിസിലടിക്കാത്തത്. ഹാഫ് ടൈം വിസിലടിക്കുന്നില്ല. ഓർക്ക് അറ്റാക്ക് ചെയ്യാൻ ടൈം കൊടുത്ത്. കള്ളക്കളി, കള്ളക്കളി. ഓടവിടെ നിൻ്റെ പോസ്റ്റ് ഞാൻ കേട്ടത് പറ്റില്ല. അത്രേ ഉള്ളൂ. FC ബാഴ്സലോണിൻ്റെ കളാണേ. കൂട്ടം വന്ന് ചോദിക്കാൻ വന്നാൽ നെയ്മർ കയറി നടന്നു പറഞ്ഞത്. അപ്പോൾ ജിറോണക്കാർ പറഞ്ഞു നെയ്മറിനൊന്നും ആർക്കും പേടിയില്ല. അത്രക്കും ആയോ? നെയ്മറിന് അത് പിടിച്ചില്ല ഗൈസ്. അത് പിടിച്ചില്ല. നെയ്മറിന് അത് പിടിച്ചിട്ടില്ല. നെയ്മർ കേട്ടത്. അത് നെയ്മർ കേൾക്കണ്ടെന്ന് പറഞ്ഞ് നിൽക്കണ സംഭവം കഴിഞ്ഞു. പക്ഷെ നെയ്മർ അത് കേട്ടു. ഇനി അവനെ പിടിച്ചാൽ കിട്ടൂല ഗൈസ്. ഇനി നെയ്മർ കഴിക്കുന്നു പോയി. നെയ്മറിന് കഴിക്കുന്നു പോയി. നെയ്മറ കൂൾ ഡൗൺ പറഞ്ഞില്ല. നെയ്മർ ഗൈസ്. കാരണം എന്താ വെച്ചാൽ നെയ്മർ അങ്ങനെ ആരും അങ്ങനെ തൂക്കിയില്ല. ഓനെ അറിഞ്ഞിട്ടേ വെക്കലുള്ളൂ. അറിഞ്ഞിട്ട് വെക്കുമ്പോൾ ഇത് കളിയാക്കി വെക്കുന്നെങ്കിലും പറയാം. പക്ഷെ ഇത് അവനെ കാര്യത്തിൽ പറഞ്ഞ രീതിയിലാണ് അവൻ്റെ സ്വരം. അത് നെയ്മർ കേട്ടോണ്ട് നെയ്മർ പിടിച്ചിട്ടില്ല ഗൈസ്. ഇല്ലാത്ത ആഗ്രഷനും ഇല്ലാത്ത ആക്രോശവും എല്ലാം ഉണ്ടാക്കിയുണ്ട് നെയ്മർ ഓടുന്നു. ബ്ലിറ്റ്സ് അങ്ങനത്തെ ബ്ലിറ്റ്സ് ഞാൻ ട്രൈ ചെയ്തില്ല കേട്ടോ. നടുക്ക് തന്നെ കീപ്പറെ കൊടുക്കാൻ നിൽക്കണം. അവിടേക്ക് തന്നെ ഇങ്ങനെ ചിപ്പ് ചെയ്ത് കൊടുത്തനാരി കൊടുക്കണം നെയ്മർ. പക്ഷേ നെയ്മർ കാച്ചും ഗൈസ്. നെയ്മർ കാച്ചും ലാസ്റ്റ് വെച്ച്. നെയ്മർ ഇപ്പോൾ വേണ്ട വേണ്ട വെക്കണാണ്. ലാസ്റ്റ് നമുക്ക് ബോൾട്ടേലേ കഴിഞ്ഞേ കഴിഞ്ഞേ കഴിഞ്ഞേ. ജിറോണൻ്റെ കഥ കഴിഞ്ഞേ കഴിഞ്ഞേ കഴിഞ്ഞേ. ഇപ്പോൾ ബോൾ കിട്ടുന്നില്ല നെയ്മറിനെ. ഇപ്പോഴോ കിട്ടിയപ്പോഴോ ഈസി സ്കില്ല്. വിക്ടർ റൈസൊക്കെ കുക്ക് ചെയ്ത മാതിരിയായി. പിന്നെ വിക്ടർ റൈസിന് നെഡ്മക്ക് എടുക്കുകയാണേ. പിന്നെ നടക്കാൻ നോക്കുകയാണേ. നെയ്മർ പറഞ്ഞാൽ ഒരു നടത്തപ്പോൾ തന്നെ ഒരു സുഖമായി. ദിയോഫ് ബുള്ളറ്റ് അടിക്കാൻ കോർണർ കോർണർ കോർണർ. കാൻഡോണ എടുക്കട. കാൻഡോണ കാൻഡോണ കാൻഡോണ. കണ്ടോ നെയ്മറിൻ്റെ ബ്ലിറ്റ്സ് ആയിരിക്കും കാണാൻ താല്പര്യം ഉണ്ടാ. ഞാൻ കണ്ടോളി. ഇതാ നെയ്മർ അങ്ങോട്ട് വന്നാ. നെയ്മർ 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 നെയ്മർ. ഇപ്പം നെയ്മറിൻ്റെ എല്ലാ ഇതും അവർക്ക് മനസ്സിലായി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഓരോ ടീമിന് മനസ്സിലായി നെയ്മറിൻ്റെ സ്കില്ലൊക്കെ. അത് മനസ്സിലായിട്ട് കൊടുക്കുമ്പോൾ മനസ്സിലായില്ലേ? അത് വേറൊരു ഇത് തന്നെയാണ്. കണ്ടോട്ടെ ഇനി നെയ്മറിൻ്റെ കളിയുണ്ടോ? ഗൈസ് രണ്ടാൾക്കാർ 8 പൊട്ടം കറക്കണേ. ബ്ലിറ്റ്സ് വരുന്നില്ല ഗൈസ്. ബ്ലിറ്റ്സ് പോയി. ബ്ലിറ്റ്സ് എവിടെക്കോ ടൂറ് പോയി. ഇപ്പോൾ ബ്ലിറ്റ്സ് അടിക്കാൻ കഴിയണില്ല. എത്തപ്പത് നെയ്മർ അവിടെ വരെ എങ്ങനെ കൊണ്ട് അവിടുന്ന് ബ്ലിറ്റ്സ് അടിക്കാനും അറിയണ്ടല്ലേ. അവിടുന്ന് ബ്ലിറ്റ്സ് അടിച്ചാൽ കഴിയുന്നില്ല. നടുക്കണ്ട് അടിച്ചു കൊടുത്ത്. നെയ്മറിന് എന്തോ പറ്റി ഗൈസ്. എന്തോ പറ്റി. ബ്ലിറ്റ്സ് പോണില്ല. നെയ്മറിൻ്റെ ബ്ലിറ്റ്സൊന്നും പോണില്ല ഗൈസ്. എന്താ ഇപ്പോൾ ചെയ്യുക? നേരെ അവിടുന്ന് തൊടേണ്ട ആവശ്യമില്ല. വെറുതെ പോയി തൊട്ട്. വാട്ട് എ ബ്ലോക്ക്.
ഞാൻ കറിയില്ല. അവിടെ നെയ്മറിൻ്റെ ബ്ലിറ്റ്സൊക്കെ പോയി എവിടേക്കോ പോയിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. നെയ്മറിൻ്റെ ബ്ലിറ്റ്സ് പോയി. കൈക്കന്ന് പോയി. നെയ്മറാ, കാത്തു സൂക്ഷിക്കണം നിന്റെ ബ്ലിറ്റ്സ്. എട്ടാ തിരിച്ചടിച്ച്. നമ്മളിക്കളി പൊട്ടി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നെയ്മറും ഒന്നുമില്ല. ആകെ കിട്ടിയ ടൈമാണ്. തീർച്ചയാക്കാം നെയ്മറിൻ്റെ ബ്ലിറ്റ്സൊക്കെ എടുക്കോ ടൂർ പോയമാതിരി പോയിക്കണേ. അടിക്കാനേ കഴിയണില്ല. ഇനി ഇക്കളി ഐശ്വര്യമായിട്ട് പൊട്ടിക്കണേ. വേറെ ഒന്നും പറയാനില്ല. നെയ്മറിൻ്റെ ബ്ലിറ്റ്സ് പോയതാണ് മെയിൻ പ്രശ്നമായത്. ഇക്കളിക്ക് നെയ്മറിൻ്റെ ബ്ലിറ്റ്സ് അടിക്കാൻ കഴിയുന്നില്ല. നെയ്മർ കീപ്പറുടെ കൈക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണമാതിരി കളിച്ച് കാണുക. നെയ്മർ ഇജ്ജ് കാരണം എനിക്കൊന്ന് അടിക്കാൻ ചാൻസ് കിട്ടി എന്നിട്ട് കൊളാക്കി. നെയ്മറ നീ കാരണം, നീ ഒറ്റൊരുത്തൻ കാരണം. നെയ്മർ പറഞ്ഞ് ഒരു ചാൻസും കൂടി, ലാസ്റ്റ് ചാൻസായേ പോയി ഉണ്ടാക്കി കൂടെ പറഞ്ഞ് പെപ് ഗവാർഡിയോള. അല്ലെങ്കിലേ തോറ്റി. നേരെ കണ്ടിട്ട് പൊട്ടട്ടെ. അത് നെയ്മറിനും പൊട്ടി ഗൈസ്. മാച്ചിലെ പൊട്ടിയിരിക്കുകയാണ്. നമ്മൾ 10ാം മാച്ചിലെ കംബാക്ക് വരുത്താനുള്ള ഇതായതുകൊണ്ട് നമുക്കുള്ളതേ ഉള്ളൂ. വേണ്ട വെക്കുമ്പോൾ നമ്മൾ ഏക്കാൻ പോയി. കുഴപ്പമില്ല, നമ്മൾ സഹിച്ചു. ഒരു കംബാക്ക് വരും, കാത്തിരുന്നോ. അപ്പോൾ എന്തൊക്കെയായാലും ഇനി അടുത്ത കളി നാളെ. അപ്പോൾ നമ്മൾ പോവാണ്. ടാറ്റാ.